Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ആ നായർ സമുദായം, ആ സമുദായത്തെ ഈ ഒരു തീരുമാനം ഉണ്ടായി എന്നതിന്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുമാൻ നായരെയോ ഒരിക്കൽ നിങ്ങളാരും തള്ളി പറയരുത് എന്നൊരു അപേക്ഷയുണ്ട്. കാലഘട്ടത്ത് ഈ ചോര പിടിക്കാൻ നടക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അടവുകളുണ്ട്. നിഷ്കളങ്കനായ സുമാരനായർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആദ്യം വന്നു, പിന്നെ അദ്ദേഹം തിരുത്തേണ്ടി വന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് തീരുമാനങ്ങൾക്കും ബോർഡ് തീരുമാനങ്ങൾക്കും വിധേയമാണ്. ഇത് മനസ്സിലാക്കാൻ, മാറി ചിന്തിക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പാഴവും പഴയതിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാളെ തൊട്ട് നായരെ ചീത്ത പറഞ്ഞേക്കണം, അതാണ് നമ്മുടെ യോഗം കൂടി തീരുമാനിക്കണമെന്ന് പലരും തരത്തിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി. മാത്രമേ ഒരിക്കലും ആയ സഹോദരന്മാരെ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായ ഞങ്ങളെല്ലാം ചോര ഒന്നാണ്. ഞങ്ങളുടെ വിശ്വാസം ഒന്നാണ്, ആചാരം ഒന്നാണ്, അനുഷ്ഠാനം ഒന്നാണ്. അതുകൊണ്ട് ഐക്യത്തിനായാലും ഇന്നല്ലെങ്കിൽ എല്ലാം നാളെ സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ക്ഷമയോടുകൂടി കാണാനും കേൾക്കാനുള്ള സന്മനസ് കാഴ്ച നിങ്ങൾക്കെല്ലാം എന്ന് പറയുന്നതോടൊപ്പം ഈ വിഭാഗിത ലോക അവസാനം വരെ നിൽക്കുന്ന ഒരു വിഭാഗിതല്ല. സുമാരൻ നായർ അദ്ദേഹം കാണിച്ച വിശാല മനസ്സിലാണ്. എനിക്ക് ഇരട്ടി ശങ്കും തൻ്റെ ഇടവും നൽകി അദ്ദേഹം. തിണ്ണ നിറഞ്ഞു നടന്നില്ലേ, ഒരു നേതാവിന്റെ മുമ്പിൽ പോയല്ല എന്ന് പറഞ്ഞവരെ തിണ്ണ നിറഞ്ഞു താനോട് നടന്നില്ല എന്ന് പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിയുടെ വന്നി കയറി പോയവരുടെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെന്നെ വേട്ടയാടിയപ്പോൾ നമുക്ക് കരുത്തായി താങ്ങായി തണലായി സമയം നിൽക്കണ്ടേ. അത് അദ്ദേഹം മനസ്സിൽ തട്ടിപ്പറയണം. ആ സമുദായത്തിന് വികാരം, മറ്റുള്ള വികാരം രാഷ്ട്രീയം. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇത്തരം ആളുകളൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം ഒരു ഔപചാരികമായ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മാത്രം ഇവിടെ കൂടിയപ്പോൾ കേരളത്തിൽ ജാലാബാദ് ദുബായിൽ നിന്ന് വരെ എത്തിയിരിക്കും. എന്നിവരെ സംബന്ധിച്ച് മുമ്പോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങളെടുത്തു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചറിയിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, തുഷാറിനെ സ്ഥലത്തില്ല, യോഗം വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിരുന്നത് 2-3 ദിവസം നമുക്ക് കഴിഞ്ഞ് കാണാം. ആയിക്കോട്ടെ, ഞങ്ങളെ കൂടുന്നുണ്ട്, അതിന് ഒരു അംഗീകാരം കിട്ടിയിട്ട് നമുക്ക് കാണാം എന്നോട് പറയുന്ന സന്തോഷമായി ഞങ്ങൾ പിരിഞ്ഞു. ആ പിരിഞ്ഞ ശേഷമാണ് NSSന്റെ ഓടുകൂടി അതിൽ നിന്ന് എടുത്ത് ഉരുത്തിരിഞ്ഞ ചില തീരുമാനങ്ങൾ നിങ്ങൾ പത്രത്ത് വരാൻ. ആ പത്രത്ത് വരാൻ കാണുമ്പോൾ അദ്ദേഹം നിഷ്കളങ്കനായ സുമാരനെ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം ആദ്യം പറഞ്ഞുവെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കമ്മിറ്റിയിലുണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനം പറയേണ്ട ബാധ്യത അതിന്റെ സെക്രട്ടറിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ച പത്രത്തിൽ മാത്രമാണ്. അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രീയ ഉദ്ദേശം. ആ എന്ത് രാഷ്ട്രീയ ഉദ്ദേശം? അതിലെല്ലാം വ്യാഖ്യാനം ഈ തെരഞ്ഞെടുപ്പ് വരുന്നതൊന്നും മാത്രമല്ല. എന്ത് ജാതി വിവേചനത്തിന്റെ അളവും തൂക്കവും ആഴവും പരപ്പും കണക്കിലൂടെ ഞാൻ പറയുമ്പോൾ കണക്കിൽ ഉത്തരമില്ലാതെ ഉത്തരവിട്ടപ്പോൾ കൊഞ്ഞനം കാട്ടി എന്റെ സംഘടനയും നശിപ്പിക്കാനും തകർക്കാനും നോക്കുന്ന ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത് സമുദായത്തിന്റെ കടമയാണ്. ആ കടമയായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പലരും വന്നു ചേരും, പലരും പോകും, വന്നു പോകും.
ഇത് സഞ്ചിപ്പിയോ തുറന്ന പുസ്തകമായിരിക്കുക. അതിൽ ആർക്കും വിമർശിക്കാം. ഒരുപാട് പേര് വിമർശിക്കുന്നില്ലേ? ബംഗാളികളുടെ കൊച്ചി കടയൂരിയുടെ നേതൃത്വം നടത്തിയ തിരുവാതിര 2000 മുമ്പാണ്. ആ സമ്മേളനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഐക്യം ഇവിടെ എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്രിസ്തുമാരുമായിട്ട് ചേർന്നുകൊണ്ട് 1000 രൂപ അയക്കണം. 1000 രൂപ അയക്കേണ്ട നമ്മൾ അതിനായെങ്കിലും ഹിന്ദുക്കൾ അയക്കാൻ കാലഘട്ടത്തിന് അനിവാര്യമാണ്. അതിനെ വിശ്വസുമാരനായ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിൽ ആ സെക്കൻഡിൽ ഒരു ചാനല് അപ്പം തന്നെ ചങ്ങനാശ്ശേരിക്ക് വിളിക്കുകയാണ്. ഒരു റിപ്പോർട്ട് കൊടുത്ത് അവരെല്ലാം നേടിക്കൊണ്ടു പോയപ്പോൾ ഈവനും എവിടെ കിടക്കുന്നു അവന്റെ കുറവും പരിഹരിക്കാനും അത് മേടിച്ചാലും എഴുതാനും തയ്യാറായില്ല. പിന്നെ ചർച്ചയില്ല, സംവാദമില്ല, അവരവരുടെ വഴി പോയി. ഈ കുറവുകളും സത്യങ്ങളും ഞാൻ തുറന്നു വിളിക്കുമ്പോൾ ഞാൻ ആ സമുദായത്തെ ആക്ഷേപിച്ചെന്ന് ട്വിസ്റ്റിങ് റഫീഖ് മുസ്ലിമാണ്. അങ്ങനെ അപ്പനും മുസ്ലിം തന്നെ ഉണ്ടാവുന്നതാണ്. MBS ആലപ്പുഴയിലെ മുസ്ലിമില്ല എത്ര കൊല്ലായി ഇവിടെ അടിക്കാന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു കാര്യം ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇതൊരു അച്ഛനും മകനും ഇവിടെ വന്ന് നമുക്കിതെല്ലാം വിശദീകരിച്ച് നമ്മുടെ കണക്കെല്ലാം കൃത്യമായി സത്യമായി നിങ്ങളുടെ ഓരോ പ്രദേശത്തും ചെയ്യുന്നു. നമ്മൾ മറ്റൊരാരാ പേര് നമുക്ക് തോന്നിയത്. നമുക്കൊരു മതവിദ്വേഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേസ് നടത്തുന്ന ആരാണ്? കൊല്ലത്തും അത് മറ്റു മുസ്ലിം. നമുക്കങ്ങനെ മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് വിരോധമേ ഇല്ല. പക്ഷെ രീതി കാണിച്ച ചില വിഭാഗിക ചൂണ്ടിക്കാണിച്ചു. ഇത് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ചില ആളുടെ ആയുധമാക്കിയെടുത്ത് നമുക്കെതിരെ ഒരു യുദ്ധം ചെയ്യാൻ വിനിയോഗിച്ച ദുരവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ സത്യങ്ങൾ ഞാൻ ബഹിർമധ്യത്തിൽ തുറന്നു പറയുമ്പോൾ ഞാൻ മുസ്ലിം വിരോധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കത്തിക്കാൻ ഞാൻ അപ്പം തന്നെ മറുപടി വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്. അത് ഞങ്ങൾ സഹകരിക്കും. ഞങ്ങൾ ഐക്യത്തോടുകൂടി പോകാനാണ് ധാരണയെന്ന് സമാധാനായ സുഭാരനായ പറയുന്നു. പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. പിറ്റേ ദിവസം ചാനൽ കാലം എല്ലാം കൂടി അങ്ങോട്ട് വഴി അന്ന് ഒരേ മറുപടി. എന്നെ മറ്റുള്ള പലരും എന്നെ തോണ്ടി കൊണ്ടിരിക്കുന്ന അവസരം ഞാൻ സീമിന്റെ വണ്ടിയേറ്റതിന് കുറ്റം, പ്രതിപക്ഷ നേതാക്കൾക്കും അമൃതത്തിന് കുറ്റം, അവർക്കെല്ലാം ചുട്ട മറുപടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ചങ്ക് നൽകിക്കൊണ്ട് പിൻബലം നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട സുമാരൻ. ആ കരുത്തുമായിട്ടാണ് ഞാൻ പോയത്. ആ കരുത്തിനെ കണ്ടുകൂടെ പലരും ഭയപ്പെട്ടു. പലരും രാഷ്ട്രീയ അന്തരീക്ഷം എന്താകും എന്ന് ഭയന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരുപാട് കുഴികളുണ്ടായി. അങ്ങനെ ഈ ഐക്യത്തിന് വ്യക്തിപരമായി എനിക്കും വളരെ പിൻബലം തന്നുകൊണ്ട് മാത്രമല്ല, എന്റെ മകനെ അദ്ദേഹത്തിന്റെ മകനെ കൂടി സ്നേഹിക്കുന്നവരെ പരസ്യമായി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടോ. അങ്ങനെ ഒരുപാട് പിൻബലം നീ തന്നു. അതാണ് സുകുമാരനായ. കാരണം അദ്ദേഹം പറഞ്ഞൊരു സാമൂഹിക സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ നിഷ്കളങ്കനായ കുട്ടിക്ക് സാധിക്കും. അതുപോലെ നിഷ്കളങ്കനായ സുകുമാരനായ ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉള്ളുവിളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മളോടുകൂടി ഐക്യത്തിൽ ചില ഉപാധികളും നമ്മുടേതായ ഞാൻ എന്നെ തന്നെ എത്തിച്ചു. ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞ ഇഷ്യൂവിൽ നിന്ന് സംസാരിക്കേ എന്നെ കത്തിച്ചാലും പ്രശ്നം തീരുമോ? ഞാൻ പറഞ്ഞ ആശയത്തിൽ നിന്ന് മാറാൻ സാധിക്കുമോ?
ഞാൻ പറഞ്ഞത് സത്യമാണോ അസത്യമാണോ സമ്മതത്തില്ല, ഞാൻ തെളിയിച്ചു തരാം. അതൊന്നും തയ്യാറാകാതെ എന്നെ ഞാൻ പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും പല രീതിയിലുള്ള ശ്രമങ്ങൾ പലതും കൊണ്ടുണ്ടാകുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കി നിന്ന് രാമന്റെ മുമ്പിലെ ഹനുമാനെ കൂടി ഓച്ചാനിച്ചിരിക്കാനില്ല ഞാൻ പഠിച്ചു. ജീവിതത്തിലത്തെ ഈഴവനാണെന്ന് പറയാനുള്ള തന്റെ അടുത്തുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പൽപ്പുണ്ട്. പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു വന്ന ഈഴവ മക്കളാണ്. ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, അധികാരം കൊടുത്തിട്ടല്ല. ഇവിടെ സാമൂഹ്യ നീതി എല്ലാവരും കിട്ടണം. രാഷ്ട്രീയ നീതി വേണം, സാമ്പത്തിക നീതി വേണം, വിദ്യാഭ്യാസ നീതി വേണം. Thank you.